നോക്കൂ, ഇവർ ആമ്പല്ലൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ്. ആമ്പല്ലൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്കാണ് എറണാകുളം ജില്ലയിലെ ഏറ്റവും മികച്ച ഹരിതകർമ്മസേനയ്ക്കുള്ള സർക്കാർ അവാർഡ് ഇപ്പോൾ ലഭിച്ചത്. കടുത്ത വേനലിലും കനത്ത മഴയിലും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിച്ച് നമ്മുടെ നാടിന്റെ ആരോഗ്യം സംരക്ഷിക്കുവാൻ സദാസജ്ജരായ ഇവരാണ് നാടിന്റെ ശുചിത്വ സന്ദേശവാഹകർ. ഇവർ നാടിന്റെ ഹരിത സാങ്കേതിക വിദ്യയുടെ പ്രചാരകരുമാണ്. ഓരോ വാർഡിൽ നിന്നും 2 പേർ വീതം 32 വനിതകളാണ് ഈ കൂട്ടായ്മയിലുള്ളത്. സംസ്ഥാന സർക്കാരിന്റെയും ഹരിത കേരള മിഷന്റെയും ശുചിത്വ മിഷന്റെയും നിർദ്ദേശത്തോടെയാണ് 2018 ഒക്ടോബർ 2 നമ്മുടെ പഞ്ചായത്തിൽ ഹരിതകർമ്മസേന രൂപീകരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ 2016 പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് അനുസരിച്ച് തയ്യാറാക്കിയ ബൈലോ അനുസരിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ചെരുപ്പ്, ബാഗ്, തുണി, കുപ്പിച്ചില്ല്, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നീ അജൈവ മാലിന്യങ്ങളും ഇവർ ശേഖരിക്കുന്നുണ്ട്. വീടുകളിൽ നിന്നും 50 രൂപയും സ്ഥാപനങ്ങളിൽ നിന്നും 100 രൂപയുമാണ് യൂസർ ഫീ ആയി ശേഖരിക്കുന്നത്. ചേച്ചി, ഞങ്ങൾ ഹരിതകർമ്മസേനയുടെ ഒരു പഞ്ചായത്തിൽ നിന്ന് വന്നേക്കണം. ഒന്നും പറമ്പിൽ വലിച്ചെറിയരുത്, എന്നുവെച്ചാൽ കത്തിക്കുകയും ചെയ്യരുത്. എന്നുവെച്ചാൽ കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് പല പല അസുഖങ്ങൾ ഉണ്ടാകുമല്ലോ. ശ്വാസം മുട്ടൽ, ക്യാൻസർ, അങ്ങനെയുള്ള പല അസുഖങ്ങളുണ്ട്. അപ്പം ഞങ്ങളെ കൂടെ സഹകരിച്ച് എല്ലാ മാസവും ഫീസ് 50 രൂപയുണ്ട്. അപ്പോൾ എല്ലാ മാസവും ഞങ്ങളോട് സഹകരിക്കണം. ഒരു സാധനവും കളയുന്നില്ല. ഞങ്ങൾ പ്ലാസ്റ്റിക്കും എല്ലാം കിട്ടുന്ന ഇതിനകത്ത് ഇടുന്നുണ്ട്. പാലിൻ്റെ ആണെങ്കിൽ ഞങ്ങൾ കഴുകി കവറിനകത്താക്കി വെച്ച് നിങ്ങൾ വരുമ്പോൾ എല്ലാ മാസവും തരുന്നുണ്ട്. ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം ആദ്യഘട്ടത്തിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും QR കോഡ് സ്ഥാപിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ശേഖരിച്ച് വാർഡ് സംഭരണ കേന്ദ്രത്തിൽ എത്തിക്കുന്നു. അവിടെ നിന്നും അരയൻകാവ് തോട്ടറയിലുള്ള പഞ്ചായത്ത് സംഭരണ കേന്ദ്രത്തിൽ എത്തിക്കുന്നു. ഗ്രേഡ് അനുസരിച്ച് പ്ലാസ്റ്റിക് തരംതിരിക്കുന്നു. പിന്നീട് അരയൻകാവ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലുള്ള റിസോഴ്സ് റിക്കവറി കേന്ദ്രത്തിൽ എത്തിക്കുന്നു. അവ യന്ത്രം ഉപയോഗിച്ച് കംപ്രസ് ചെയ്ത് കട്ടകളാക്കുന്നു. അവ പിന്നീട് ക്ലീൻ കേരള, എക്കോ ഗ്രീൻ, നോർത്ത് ആംസ് മുതലായ കമ്പനികൾക്ക് കൈമാറുന്നു. മാലിന്യ ശേഖരണ സൗകര്യത്തിനായി ഇപ്പോൾ ട്രോളികൾ നൽകിയിട്ടുണ്ട്. 15 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു കൺസോർഷ്യം രൂപീകരിച്ച് ഭാരവാഹികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടും നിലവിലുണ്ട്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തന മേൽനോട്ടത്തിന്റെ ചുമതല വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർക്കാണ്. പഞ്ചായത്ത് ഭരണസമിതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. തൊപ്പി, യൂണിഫോം, ഗ്ലൗസ്, ഷൂസ് എന്നിവയും ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് നൽകുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ എല്ലാ മാസവും ചേരുന്ന അവലോകന യോഗത്തിൽ എല്ലാ പഞ്ചായത്ത് അംഗങ്ങളും ഉദ്യോഗസ്ഥരും ഹരിതകർമ്മ സേനാംഗങ്ങളും പങ്കെടുത്ത് പ്രവർത്തനങ്ങളുടെ ആസൂത്രണവും നിർവഹണവും അവലോകനവും നടത്തി ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നു. പൊതു ഇടങ്ങളും ജലാശയങ്ങളും പൊതുവഴികളും മലിനീകരിക്കുന്നവർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. മാലിന്യങ്ങൾ റോഡുകളിലേക്കും പൊതു ഇടങ്ങളിലേക്കും വലിച്ചെറിയുന്നത് നമ്മുടെ ശീലമായിരുന്നു. അതിനെതിരെ സർക്കാർ നിർദ്ദേശത്തോടെ പഞ്ചായത്ത് നേതൃത്വം നൽകി നടത്തിയ വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിൻ ശുചിത്വത്തിന്റെ പുതിയ സന്ദേശം നൽകുന്നതും ബോധവൽക്കരണവുമായിരുന്നു. മാലിന്യ നിക്ഷേപത്താൽ ഏറെക്കാലം ദുർഗന്ധപൂരിതമായിരുന്നു ഇന്നത്തെ മില്ലങ്കൽ ജംഗ്ഷൻ. പഞ്ചായത്തിന്റെ ഭാവനാപൂർണമായ പദ്ധതിയിലൂടെ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹായത്തോടെ മനോഹരമായ ഒരു പൂന്തോട്ടവും പാർക്കുമായി ആ പ്രദേശത്തെ മാറ്റിത്തീർത്തു. പ്രശസ്തമായ ഒരു ഭക്ഷണശാലയ്ക്കും ഇടം നൽകി. ഇന്ന് മില്ലങ്കൽ ജംഗ്ഷൻ ഏവർക്കും പ്രിയപ്പെട്ട വിശ്രമ വിനോദ സൗകര്യമുള്ള പ്രദേശമായി. മില്ലങ്കൽ പുത്തൻകാവ് റോഡരികിലുള്ള കനാൽ മലിനീകരണത്താൽ മൃതപ്രായമായിരുന്നു. ആ കനാലും വീണ്ടെടുക്കുവാൻ കഴിഞ്ഞു. ഈ പ്രദേശത്തിന്റെ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ശുചിത്വത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും മേഖലയിൽ ആമ്പല്ലൂർ പഞ്ചായത്തിന് മികവാർന്ന പ്രവർത്തനത്തിന്റെ ചരിത്രമാണുള്ളത്. നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതികൾ തുടർച്ചയായി ഐക്യത്തോടെ നടത്തിയ പ്രവർത്തനങ്ങൾ സുസ്ഥിര വികസനത്തിന്റെ പുതിയ മാതൃകയായി മാറുകയാണ്. നിലവിലുള്ള ഭരണസമിതി ഇച്ഛാശക്തിയോടെ ദൃഢനിശ്ചയത്തോടെ നടത്തിയ പരിശ്രമമാണ് നമ്മുടെ ഹരിതകർമ്മസേനയെ ജില്ലയിൽ ഒന്നാമതാക്കിയത്. എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ജൈവ മാലിന്യ സംവിധാനം ഉറപ്പാക്കാനുള്ള ശ്രമവുമായി പഞ്ചായത്ത് മുന്നോട്ടു പോവുകയാണ്. ആവശ്യക്കാർക്കെല്ലാം ബയോഡൈജസ്റ്റർ ബിന്നുകൾ നൽകുന്നുണ്ട്. ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകളും കമ്മ്യൂണിറ്റി ബയോഗ്യാസ് പ്ലാന്റുകളും നിലവിലുണ്ട്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആദരവ് നൽകുന്ന സമ്മേളനം 24 ന്യൂസ് അസിസ്റ്റന്റ് എഡിറ്റർ ശ്രീമതി ക്രിസ്റ്റീന ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസർ ശ്രീ സുജിത് കരുൺ വിശിഷ്ടാതിഥിയായി. തുടർന്ന് കലാപരിപാടികളും നടന്നു. മാലിന്യം സൃഷ്ടിക്കുന്ന രോഗങ്ങൾ മൂലം ആശങ്കയിൽ കഴിയുന്ന സമൂഹത്തിന് മികച്ച സൗഭാഗ്യമാണ് ഹരിതകർമ്മസേന. സംസ്ഥാന സർക്കാരിന്റെയും
ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവുകൾ അനുസരിച്ച് കേരളം മുഴുവൻ മാലിന്യമുക്തമാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ആമ്പല്ലൂർ പഞ്ചായത്തും പങ്കാളിയാണ്. ആമ്പല്ലൂർ പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കാനുള്ള പ്രക്രിയയ്ക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. എല്ലാ സംഘടനകളുടെയും കുടുംബങ്ങളുടെയും ഓരോ വ്യക്തികളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നാടിന്റെ സൗന്ദര്യം കാത്തുസൂക്ഷിക്കാൻ പ്രയത്നിക്കുന്ന പ്രകൃതിയുടെ മാലാഖമാരാണ് ഹരിതകർമ്മസേന. പ്രിയമുള്ളവരെ, ഈ ഹരിതകർമ്മസേനയ്ക്ക് നമുക്ക് നൽകാം ഒരു ബിഗ് സല്യൂട്ട്.